നമ്മൾ ഉണ്ടാക്കുന്നത് വട്ടയപ്പമായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും വീടുകളിൽ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കണ വട്ടയപ്പം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന വട്ടയപ്പം ഉണ്ടല്ലോ, അതേപോലത്തെ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ വട്ടയപ്പത്തിൽ നമ്മൾ തേങ്ങ ചേർക്കാണ്ടാണ് വട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ തേങ്ങ ചേർക്കാണ്ടിരുന്നാലും വട്ടയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ സാധാരണ നമ്മൾ വീടുകളിലേക്ക് വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വട്ടയപ്പം ഭയങ്കര ഹാർഡായിട്ട് വരില്ലേ. പക്ഷെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണ വട്ടയപ്പം ഒരു 3-4 ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ ഒരു 3-4 ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൺഫ്ലവർ ഗാർഡനിൽ പോണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചീരയും കൊണ്ടുള്ള അവിയലിൻ്റെ ഒരു റെസിപ്പി കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന വട്ടയപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. പൊന്നിയരിയുടെ പച്ചരി ഉണ്ട്, പിന്നെ പുഴുക്കലരി ഉണ്ട്. പച്ചരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പൊന്നിയരി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ നിങ്ങൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ വരാമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വെള്ളാവലാണ് എടുത്തേക്കുന്നത്. വെള്ളാവല ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴായിരിക്കും നമ്മുടെ വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടുക. അല്ലെങ്കിൽ ആ മറ്റേ കളറ് അവലാവുമ്പോൾ വട്ടയപ്പത്തിൻ്റെ കളറിൽ ചെറിയ മാറ്റം വരും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവല് പിന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അവല് വലിച്ചെടുത്തിട്ടാട്ടോ വെള്ളം ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് അവലൊന്ന് കുതിരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ കുതിർത്തിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിപ്പോൾ പഞ്ചസാരയ്ക്ക് കറക്റ്റ് ഒരു അളവില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. കാരണം ഈ മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് പോലെ തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ നമ്മൾ കറിയൊക്കെയാണ് കൂട്ടി കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഇതേപോലെ വട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വട്ടയപ്പത്തിലേക്ക് ഈസ്റ്റും വേണം, ബേക്കിംഗ് പൗഡറും വേണം. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കാറില്ല. ഇത് ബേക്കിംഗ് പൗഡർ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വട്ടയപ്പം ഭയങ്കര ഹാർഡായിട്ട് വരും. പക്ഷെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വട്ടയപ്പം വാങ്ങുമ്പോൾ ഒരു 3-4 ദിവസം ഇരുന്നാലും വട്ടയപ്പം സോഫ്റ്റ്നെസ് പോകാണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ നമ്മൾ ഇപ്പോഴല്ല ചേർക്കുന്നത്, ഈസ്റ്റിൻ്റെ ഒപ്പം ബേക്കിംഗ് പൗഡർ ചേർക്കരുത്. കാരണം ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറും ഈസ്റ്റും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചേർക്കാണ്ട് വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുമിച്ച് ചേർത്ത് വെച്ചത് അത് ശരിക്കും അങ്ങോട്ട് അതിൻ്റെ ഫെർമെൻറ്റേഷൻ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. എന്നിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് നമ്മൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പോകില്ലേ, ആ സമയത്ത് മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. അപ്പോൾ ഈസ്റ്റ് ആയിരുന്നാലും ബേക്കിംഗ് പൗഡർ ആയിരുന്നാലും നമുക്ക് ഇതിലേക്ക് ഒരുപാട് ആവശ്യമില്ല. 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് രണ്ടും ചേർക്കുന്നത്. ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അരി ഇതിലേക്ക് ചേർക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡബിൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാവരും ഡബിൾ എടുക്കാം. തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും. അപ്പം കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് അരച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചരി ആയതുകൊണ്ട് തന്നെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി ലൂസായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അരി അരച്ചിട്ട് എടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ അരി എടുത്തിരുന്ന സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് വെള്ളം കൂടുതലാണ് ചേർത്തിട്ടുള്ളൂ. അത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ 1/2 കപ്പ് എടുത്തിട്ട് ബാക്കി ഇത്രയ്ക്ക് വെള്ളം ആവശ്യമുണ്ട്. ഇത് 250 ml 1/2 കപ്പാട്ടോ, 1 കപ്പല്ല. അപ്പോൾ ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഞാൻ നോക്കിക്കേ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും അരി നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. കാരണം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം, ഒട്ടും തരിയില്ലാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ ഇതിലേക്ക് അവല് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ ചുവന്ന ടൈപ്പ് അവലുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ അപ്പത്തിൻ്റെ ആ കളറിൽ ഒരു വ്യത്യാസം വരുമെന്ന് മാത്രം.
അപ്പോൾ ഇത് കുതിർത്തിയിട്ട് നോക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുതിർത്തിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും അരച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് 1/2 കപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കുതിർന്ന് വന്നപ്പോഴാണ് ഇത്രയ്ക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈസ്റ്റും ചേർക്കാം. ഞാൻ സാധാരണ ഈസ്റ്റും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കാറുണ്ട്. ചിലർ പറയാറുണ്ട് ഈസ്റ്റ് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെർമെൻറ്റേഷൻ നടക്കില്ലെന്ന്. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ, അത് നടന്നോളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് അരച്ചിട്ട് എടുക്കുമ്പോൾ അത്രയ്ക്ക് വെള്ളം ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവലും കൂടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കൂടുതൽ വെള്ളം ചേർക്കരുത്, അരി അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. നമുക്ക് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വട്ടയപ്പത്തിൻ്റെ മാവ് നമുക്കറിയാമല്ലോ, ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കരുത്. അപ്പോൾ അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ അവലും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പകർത്താം. ഫുള്ളായിട്ട് മിക്സിയിൽ നിന്ന് വടിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചിട്ട് എടുക്കണം. മിക്ക വീഡിയോയിലും പറയാറുണ്ട്. നമുക്ക് മിക്സി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു എന്താ പറയുക, ഇതേപോലത്തെ ഒരു സ്പൂണ് പോലത്തെ ഒരു സാധനം അതിനകത്തുണ്ടാവും. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷെ അത് ശരിക്കും ഇതേപോലെ നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും അരച്ച് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് അത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇരിക്കണമൊക്കെ ഭയങ്കര ടൈറ്റായിട്ടല്ല ഇരിക്കുന്നത്, ഭയങ്കര ലൂസായിട്ടുമല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഒരു കറക്റ്റ് വെള്ളം ചേർത്തൊരളവ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. എങ്ങാനും ചിലപ്പോൾ എങ്ങാനും ഒരു ഇച്ചിരി എങ്ങാനും കൂടുതൽ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ ഈ പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തിട്ടാണ്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബാറ്ററി ലൂസായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതേപോലെ തന്നെ ഇരിക്കണം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ എടുക്കും. ഇപ്പോൾ നമ്മുടെ ഈ വെക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് റെഡി ആയിട്ട് വരും. ഒരു 4 മണിക്കൂർ തുടങ്ങി ഒരു 6 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർക്കാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് പൗഡർ ഇപ്പോൾ തന്നെ ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈസ്റ്റ് ബേക്കിംഗ് പൗഡറിന് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പൊന്തി വരില്ല കേട്ടോ. പിന്നെ അത് പറയാൻ വന്നല്ലോ. എൻ്റെ ഇടയ്ക്കായിട്ട് പറയാൻ വന്നല്ലേ. പിന്നെ ഈ മാവ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നാട്ടിലെ വെതറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ തന്നെ വെച്ചാൽ മതി. പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ബാറ്ററൊക്കെ നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കില്ലേ. പക്ഷേ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് വാമ ആവശ്യമില്ല. പക്ഷേ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് വെക്കരുത് കേട്ടോ. പിന്നെ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുന്നിട്ടാണ് ഈസ്റ്റ് വർക്ക് ചെയ്യണത്. ബേക്കിംഗ് പൗഡർ വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവുന്ന സമയത്താണ് ബേക്കിംഗ് പൗഡർ ആക്റ്റീവ് ആവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ ഈസ്റ്റ് ചേർത്തിട്ട് അപ്പോൾ തന്നെ എടുത്തിട്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈസ്റ്റ് വർക്ക് ചെയ്യില്ല. കാരണം ഈസ്റ്റ് ചൂടാവുമ്പോൾ ഈസ്റ്റ് ഡൈ ചെയ്തു പോകും. ഈസ്റ്റ് ഇരുന്നിട്ടാണ് അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കേണ്ടത്. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എത്ര നേരം ഇരുന്നാലും ബേക്കിംഗ് പൗഡർ ആക്റ്റീവ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവണം. അപ്പോൾ ഇതൊരു സമയത്ത് നമ്മൾ പൊന്തി വരാണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കരുത്. അപ്പം അത് നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് മാവ് നോക്കാം കേട്ടോ. മാവ് തുറന്ന് വയ്ക്കരുത്, മൂടി വയ്ക്കുക. കാരണം ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ മാവ് നോക്കിയേ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒട്ടും ഇങ്ങനെ ഒരു വെയിറ്റ് പോലെ തോന്നില്ല. എന്തോ ഒരു സ്പോഞ്ച് സാധനം എടുത്ത് പൊന്തിക്കുന്ന പോലെ തോന്നും. അതേപോലെ മാവ് നന്നായിട്ട് പൊന്തി വരണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർക്കണം, ബേക്കിംഗ് പൗഡറും ചേർക്കണം.
ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് ഒന്ന് മിക്സ് ചെയ്യുക. കണ്ട മാവ് നല്ല പത പോലെയാണ് വന്നേക്കുന്നത്, ഒട്ടും വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നന്നായിട്ട് പതഞ്ഞ് നല്ല പത പോലെ വന്നിട്ടുണ്ട്. ഈ മാവ് നമ്മൾ ഇളക്കുമ്പോഴായിരുന്നാലും ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഭയങ്കര സ്പീഡിൽ ഇളക്കരുത്. മാവ് ഒട്ടും വെള്ളം പോലെയല്ല ഇരിക്കുന്നത്, നിറച്ചിങ്ങനെ പതയായിട്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒട്ടും കൂടുതൽ ചേർക്കണ്ട കേട്ടോ. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടണ്ട, കാരണം ഇതേപോലെ എന്തെങ്കിലും ഒരു കയ്യിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മിക്സ് ആവാണ്ട് കിടക്കും. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം കോരി ഒഴിക്കാനുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. അത് നിങ്ങൾക്ക് വട്ടയപ്പം ചിലവർക്ക് ഭയങ്കര തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് ഒരുപാട് തിക്കായിട്ടിരിക്കുന്നതല്ല കേട്ടോ ഇഷ്ടം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് എടുക്കുക, കുറച്ച് നല്ല തിന്നായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മാവ് ഒന്നുകൂടി ഞാൻ നിങ്ങളതിനെ ക്ലോസപ്പ് കാണിച്ചു തരാം. മാവ് ഇരിക്കുന്നുണ്ടല്ലേ, പഞ്ഞി പോലെയാണ് വീഴുക. ഇതേപോലെ മാവ് ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് വരണം കേട്ടോ. ഈ മൂടി വയ്ക്കട്ടെ. പിന്നെ ഈ അപ്പം ആയിരുന്നാലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ, അങ്ങനെ ഒരുപാട് സമയം എടുക്കില്ല. പിന്നെ വേറൊരു കാര്യം പറയാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കില്ല. അപ്പോൾ അത് ക്ലീനായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും വെന്തിട്ടുണ്ടാവില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും അങ്ങനെ ആവില്ല കേട്ടോ. കേക്കായിരുന്നാലും വട്ടയപ്പം ആയിരുന്നാലും, ഞാൻ കഴിഞ്ഞ ദിവസം വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അപ്പത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, മുകളിലേക്ക് നല്ല ഒരു സ്പോഞ്ചിൻ്റെ പോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ എന്താ പറയുക ഒരു പിരിവിരിപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിയിലേക്ക് ആ ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും വേവാത്തതുകൊണ്ട് അങ്ങനെ വരുന്നത്. അത് ഇഡ്ഡലി ആയിരുന്നാലും അങ്ങനെയാണ്. മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് വരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇഡ്ഡലി വേവാത്തതുകൊണ്ടാണ്. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ടാവും, പക്ഷേ ആ പിരിപ്പരിപ്പിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കേക്കായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ എൻ്റെ ലാസ്റ്റ് ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇട്ടതിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മാവ് ഇങ്ങനെ വെന്ത പോലെ ഇരിക്കും, കേക്ക് ഉള്ളിൽ വെന്ത പോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ടെക്സ്ചർ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക, ഒരു ഈർക്കിളി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നാലും ഒരു കുറച്ചുകൂടി സമയം കൂടുതൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം നോക്കുമ്പോഴായിരുന്നാലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള അപ്പം നമുക്ക് ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. നോക്കിയേ, നമ്മുടെ വട്ടയപ്പം പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന വട്ടയപ്പമാണ്. കണ്ടേ, നമുക്കിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വരെ പറ്റും. നല്ല സോഫ്റ്റാണ്. ഇതേപോലെ ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല കേട്ടോ, ഒരു 3 ദിവസം വരെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകാണ്ട് ഇതേപോലെ തന്നെ ഇരിക്കും. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ശരിക്കും എന്താ പറയുക, സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കണ പോലെ അല്ല ഇതിരിക്കുന്നത്. ഇതിങ്ങനെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സ്പോഞ്ച് പിടിച്ചേക്കണ പോലെയാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ചേർക്കണം. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ബേക്കിംഗ് പൗഡർ ചേർക്കാറില്ലല്ലോ. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് വരും. പക്ഷേ അത് ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വട്ടയപ്പം ഹാർഡാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വട്ടയപ്പം വാങ്ങുമ്പോൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ദിവസം വരെ ആ വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് പോവാണ്ട്, പിന്നെ വട്ടയപ്പം കേടും വരില്ല. കാരണം വട്ടയപ്പത്തിൽ തേങ്ങ ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, കേട് വരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ 3 വട്ടയപ്പം ഉണ്ടാക്കിയത്, ബാക്കി കുറച്ച് മാവും കൂടിയിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിൽ ഒഴിക്കാനുള്ളതില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു കപ്പ് പോലെ ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
രണ്ടാമത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വട്ടയപ്പം ഇരിക്കുന്നുണ്ട, ഈ ബേക്കറിയിൽ വരെ നമുക്ക് ഇത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം കിട്ടില്ല കേട്ടോ. അപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 3 വട്ടയപ്പോട്ടെ കിട്ടിയത്. ഇതിനകത്ത് 2 വട്ടയപ്പം കുറച്ച് ചെറുതായിരുന്നു, പിന്നെ ഒരു പ്ലേറ്റ് കുറച്ച് വലിയ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഒരു 2 സ്പൂൺ മാവുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ ചെറിയ കപ്പ് കേക്ക് പോലെ ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമല്ല കേട്ടോ, ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ദിവസം വരെ ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ കേട് വരെയും ചെയ്യില്ല, കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ലല്ലോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ചില ബേക്കറികളിലൊക്കെ നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം കിട്ടുമല്ലോ. ചില ബേക്കറിയിലെ വട്ടയപ്പം ഒന്നിനും കൊള്ളത്തുണ്ടാവില്ല, പക്ഷെ ചില ബേക്കറിയിലെ വട്ടയപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വട്ടയപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ വട്ടയപ്പം ഞാനൊന്ന് കട്ട് ചെയ്യണില്ല, കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യട്ടെ. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല. വായിലിട്ടുണ്ടെങ്കിൽ വെണ്ണ പോലെ അതിൻ്റെ അലിഞ്ഞു പോകും. നല്ല സോഫ്റ്റായിട്ടിരിക്കും.